Welcome to Semester 3 Complementary Electronics for a BSc Main Physics students. Today we see class number 45 of electronics class, and today the topic is two-stage RC coupled amplifier. Two-stage RC coupled amplifier can be asked as a question. ഇപ്പോൾ ഇത് BSc മെയിൻ ഫിസിക്സുകാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3യുടെ ടോപ്പിക്കാണ് ഇലക്ട്രോണിക്സ്. ആ ഇലക്ട്രോണിക്സിൽ നമ്മൾ ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ പറയുകയാണ്. ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഉള്ളതാണ്. ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എസ് എ ടൈപ്പ് ക്വസ്റ്റനായിട്ട് 15 മാർക്സ് ടൈപ്പ് ആയിട്ട് ചോദിക്കുക. ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ അതിൻ്റെ ക്വസ്റ്റൻ ഇതാണ്. ഡിസ്കസ് the working of a RC coupled two-stage amplifier with a neat circuit diagram. Draw the equivalent circuit, obtain expression for overall gain of the amplifier. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പകർത്തിയിരിക്കുന്നത്. Discuss the working of a RC coupled two-stage amplifier with a neat circuit diagram. Draw equivalent circuit, obtain expression for overall gain of the amplifier. Answer ആരംഭിക്കുക. Figure shows എ ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു ടു സ്റ്റേജ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. ഇടയ്ക്ക് നമ്മൾ ആർ സി കപ്പിളിങ്ങിന് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. R1, R2, R3, R4 റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻപുട്ട് കൊടുക്കാൻ VI കൊടുക്കാനായിട്ട് ഒരു കപ്പാസിറ്റി, ലാസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ ഒരു കപ്പാസിറ്റി, കപ്പിളിങ്ങിന് ഇടയ്ക്കൊരു കപ്പാസിറ്റി. അതാണ്. അപ്പോൾ അതിന് വേവ് ഫോം. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ആദ്യം കാണുന്ന വേവ് ഫോം. ഒന്നാമത്തെ സെക്ഷൻ മാത്രം എടുത്താൽ സിംഗിൾ സ്റ്റേജാണ്. ഒന്നാമത്തെ സെക്ഷൻ മാത്രം എടുത്താൽ അത് സിംഗിൾ സ്റ്റേജായിട്ട് വരും. അത് ഫേസ് റിവേഴ്സലിൽ ഔട്ട്പുട്ട് തരും വലുതാക്കി. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് പിന്നെ വലുതാക്കി വീണ്ടും ഫേസ് ഇൻവേർട്ട് ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത, ഇത് ടു സ്റ്റേജാണ്, ആദ്യം കൊടുത്ത ഇൻപുട്ടും അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട് ഒരേ ഫേസിലായിരിക്കും. ഒന്നാമത്തെ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന ഫേസ് റിവേഴ്സൽ രണ്ടാമത്തത് മാറ്റും. അങ്ങനെ ഒരേ ഫേസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് കിട്ടും. പക്ഷേ ഔട്ട്പുട്ട് വളരെ കൂടുതൽ ആംപ്ലിഫൈഡ് ആണ്. ഗെയിൻ ഒന്നാമത്തിന് 20 ആണെങ്കിൽ രണ്ടാമത് 20 ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഗെയിൻ വരുന്നത് 20 × 20 400 ആയിരിക്കും. So it is the two-stage amplifier. Figure shows the two-stage RC coupled amplifier which consists of two single-stage transistor amplifiers using the C configuration. The resistors R2, R3 and capacitor C2 form the coupling network. R2 is called collector load of Q1 and R4 is that of Q2. Capacitor C1 couples the input signal, whereas C3 couples the output signal. R1 and R3 provide DC bias. R5 is the load resistance across Q2. അപ്പോൾ എല്ലാം ആ പടത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പടം നോക്കി മനസ്സിലാക്കുക. അടുത്ത വർക്കിംഗ്, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയിരിക്കും? The brief circuit operation is as follows. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The circuit operation. The input signal VI is amplified by Q1. Its phase is reversed due to C configuration. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിൽ. അത് ഫേസ് ഇൻവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് തരും. ഫസ്റ്റ് സ്റ്റേജ്. നമ്പർ 2, ദി ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഓഫ് Q1 അപ്പിയേഴ്സ് അക്രോസ് R2 എന്ന റെസിസ്റ്ററിൽ വരും. നമ്പർ 3, ദി ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് അക്രോസ് R2 ഈസ് കപ്പിൾഡ് ടു ദി ഇൻപുട്ട് ഓഫ് സെക്കൻഡ് സ്റ്റേജ് at R3 by the coupling capacitor C2. This capacitor is also sometimes referred to as blocking capacitor. ഈ കപ്പാസിറ്ററിനെ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ് ബ്ലോക്സ് ദി പാസേജ് ഓഫ് DC വോൾട്ടേജസ് ആൻഡ് കറണ്ട്. DC വോൾട്ടേജിനെ
ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ കപ്പാസിറ്ററിനെ ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് വിളിക്കാറുണ്ട്, കപ്ലിംഗ് കപ്പാസിറ്ററിനെ. നമ്പർ 4, ദ സിഗ്നൽ അറ്റ് ദ ബേസ് ഓഫ് Q2 ഈസ് ഫർദർ ആംപ്ലിഫൈഡ് ബൈ Q2 ആൻഡ് ഇറ്റ്സ് ഫേസ് ഈസ് ഫർദർ റിവേഴ്സ്ഡ്. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററും ഫേസ് റിവേഴ്സ് ചെയ്യും. The output of Q2 appears across R4, number 6. The output across R4 is coupled by C3 to load resistance R5, number 7. The output signal VO is a twice amplified replica of the input signal VI. It is in phase with VI because it has been reversed twice. 2 പ്രാവശ്യം ഫേസ് ഇൻവേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് പോലെ തന്നെ അതേ ഫേസിലായിരിക്കും. അപ്പോൾ 2 സ്റ്റേജിൽ ഫേസ് റിവേഴ്സൽ ഇല്ല, അല്ലെങ്കിൽ ഓരോ ട്രാൻസിസ്റ്ററും പരസ്പരം ഫേസ് ഇൻവേർട്ട് ചെയ്യുന്നതുകൊണ്ട് അവസാനം വരുമ്പോൾ ആ ഫേസ് റിവേഴ്സൽ കാണില്ല. AC ഇക്വലൻ്റ് സർക്യൂട്ട്, ഇതിൻ്റെ AC ഇക്വലൻ്റ് സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ കാണാനായിട്ട് നമുക്ക് ഒരു AC ഇക്വലൻ്റ് സർക്യൂട്ട് ഓർക്കണം. AC equivalent circuit. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടാണ്. അവിടെ RI1 ഒരു റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്, പിന്നെ R1 ബീറ്റ RE1 ബീറ്റ 1 RE1. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബീറ്റ ഇവിടെ ബീറ്റ 1 എന്നാണ് പറയുന്നത്. ട്രാൻസിസ്റ്റർ Q1 ആണ്. അതിന് ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത് R2, പിന്നെ അവസാനം RI2, അതായത് രണ്ടാമത്തിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ RI2 എന്ന റെസിസ്റ്റൻസ് അവിടെ വരും. പിന്നെ RO1 അടുത്ത സ്റ്റേജ് ഉണ്ടല്ലോ, അടുത്ത സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിലേക്ക് ഈ RI2 ആണ് അടുത്ത സ്റ്റേജിലേക്ക് RO1 ആയിട്ട് പോകുന്നത്. പിന്നെ സ്റ്റേജ് 2 ഇത് തന്നെയാണ്. ഈ RI2 ഇങ്ങോട്ട് വരും. അവിടെ R3 ഉണ്ട്, ബീറ്റ RE2, ട്രാൻസിസ്റ്റർ Q2, പിന്നെ R4 R5 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന RO2. ഒന്നാമത്തിൽ അകത്തോട്ട് നോക്കിയാൽ RO1, രണ്ടാമത്തിനകത്തേക്ക് നോക്കിയാൽ അവിടെ റെസിസ്റ്റൻസിന് RO2. പിന്നെ ഒന്നാമത്തിൻ്റെ ആദ്യമുള്ളത് RI1, രണ്ടാമത്തിൻ്റെ ആദ്യമുള്ളത് RI2. അങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് ഇക്വൽ സർക്യൂട്ട് ഓഫ് ദി 2 സ്റ്റേജ് have been shown in the figure. Circuits of the 2 stage are shown in the figure separately. രണ്ടും സെപ്പറേറ്റ് കാണിച്ചിരിക്കുകയാണ്. The AC equivalent circuits of the 2 stages have been shown separately. The impedance can be calculated as follows. ഇംപെഡൻസ് നമുക്ക് ഇനി പറയുന്നത് പോലെ കണ്ടുപിടിക്കുക. ഫോർ ഫസ്റ്റ് സ്റ്റേജിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. RI1 ഇൻപുട്ട് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് RC പാരലൽ ബീറ്റ RE1 ബീറ്റ 1 RE1. അല്ല, R1 പാരലൽ ബീറ്റ 1 RE1. അങ്ങനെ കാരണം RE1 എന്ന് പറഞ്ഞാൽ AC എമിറ്റർ റെസിസ്റ്റൻസ് ആണ് ട്രാൻസിസ്റ്ററിൻ്റെ. ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഗിവൺ ബൈ RO1 ഈസ് ഈക്വൽ ടു R2 parallel RI2, equation number 2, where RI2 is the input resistance of the second transistor. For stage 2, the output resistance is given by input resistance given by RI2 is R3 parallel beta RE2 equal to beta 2 RE2. ഇവിടെ രണ്ടാമത്തെ ബീറ്റ 2 ആണ് RE2, because R3 ഈസ് ലാർജ്. R3 ലാർജ് ആയതുകൊണ്ട് ഒരു ലാർജ് റെസിസ്റ്റൻസും ഒരു സ്മോൾ റെസിസ്റ്റൻസും കൂടി പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഉത്തരം സ്മോൾ റെസിസ്റ്റൻസിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ബീറ്റ 2 RE2 എന്ന് വരുന്നത്. ഇനി ഇൻപുട്ട് റെസിസ്റ്റൻസ് അടുത്തത് ഔട്ട്പുട്ടാണ്.
output resistance RO2 is equal to R4 parallel R5. It used to be remembered that RE1 and RE2 are the emitter resistance of the resistances. Emitter resistances, or it is also called AC junction resistances of the two transistors. RE1 is 50 by IE1. ഇവിടെ നമ്മളിത് ജെർമേനിയം ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 50, ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കണ്ട. ജെർമേനിയത്തിലാണ് 50, സിലിക്കണിൽ 25 ഉണ്ട്. സിലിക്കൺ ആണെങ്കിൽ 25 എഴുതിയാൽ മതി. 25 MV by IE1, RI2 25 MV by IE2. ജെർമേനിയം ആണെങ്കിൽ 50 MV by IE1, പിന്നെ അടുത്തത് 50 MV. ഇതുപോലെ പഠിച്ചാൽ മതി. RE2 50 MV by IE2. സിലിക്കൺ ആണെങ്കിൽ 25. എഴുതിയിരിക്കുന്ന ചിലപ്പോൾ മാറിപ്പോണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സിലിക്കണിന് 25ഉം ജെർമേനിയത്തിന് 50 കൊടുക്കണം. വോൾട്ടേജ് ഗെയിൻ AV. ഓവറാൾ വോൾട്ടേജ് ഗെയിൻ AV is AV1 into AV2. AV1 is equal to RO1 by RE1. AV2 is voltage gain of second stage. That is beta 2 into RO2 by RI2. RI2, on simplification we get beta RO2 by beta 2 RO2 by beta 2 RE2. Beta 2 will cancel. We get RO2 by RE2. Therefore, overall voltage gain AV is equal to AV1 into AV2. That is RO1 by RE1 into RO2 by RE2. That is the calculation. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇനി 1-2 ഷോർട്ട് ആൻസർ. എസ്സേ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു. ഇനി ഒരു 3-4 ഷോർട്ട് ആൻസർ. വി ക്യാൻ സി എ ഫ്യൂ ഷോർട്ട് ആൻസേഴ്സ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ 2-stage RC coupled amplifier. Number 2, obtain expression for overall voltage gain of RC coupled amplifier. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഒരു 3 ഉണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ലെങ്തിയാണ്, കൂടുതൽ കാൽക്കുലേഷൻ ഉള്ളതാണ് പ്രോബ്ലം ഇല്ല. For the 2-stage RC coupled low level audio amplifier shown in the figure, compute the following. 1 RI. ഇപ്പോൾ RI ഓരോ സ്റ്റേജിൽ കണ്ടുപിടിക്കണം. RI, number 2 AV1, number 2 3 AV2, number 4 AV, overall voltage gain. AV in dB also. AV in dB കാണാം. Negative VB and take R is 25 MV by I. ഈ 25 MV by I എടുക്കുന്നത് നമ്മൾ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിച്ചു കൊണ്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ട് വരയ്ക്കണം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. വാല്യൂസ് എല്ലാം എഴുതിയിരിക്കുന്നത് പടത്തിലാണ്. അപ്പോൾ വാല്യൂസ് എല്ലാം പടത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കെയർഫുള്ളായിട്ട് നോക്കണം. റെസിസ്റ്റൻസ് ഇവിടെ R1 ഒക്കെ ഉണ്ട്. R1 6M ആണ്. മെഗായിലാണ് കൊടുത്തിരിക്കുന്നത്. 0.6. അതിൻ്റെ വാല്യൂസൊക്കെ നോക്കുക. R1 0.6M ആണ്. പിന്നെ R3 അത് R2 5K ആണ്. R3 0.6 ആണ്. പിന്നെ R4 5K മുകളിൽ, അല്ലെങ്കിൽ RC2 RC1 5K, RC2 5K മുകളിലുള്ളത്. നമ്മൾ R1 R2 R3 R4 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബീറ്റ 1 100, ബീറ്റ 2 100 തന്നെ. ഇപ്പോൾ അവസാനം ലോഡ് ഒരു RL ഉണ്ട്, 20K ആണ്. സപ്ലൈ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് 12 വോൾട്ട്, മൈനസ് ഇല്ല 12 വോൾട്ട്. അപ്പോൾ ഓരോ വാല്യൂ നമ്മൾ കാണുകയാണ്. RI അത് ഒന്നാമത്തെ ട്രാൻസ്ഫർ RI1 ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് അത് കാണുന്ന RI1 ഈസ് R1 പാരലൽ ബീറ്റ 1 RI1. ബീറ്റ 1 RI1. RI1 ഈസ് 25 IE1. IE1 കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ സിംഗിൾ സ്റ്റേജിൽ ഇത്തരം കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളതാണ്. IE1 ഈസ് നിയർലി ഈക്വൽ ടു IC1. IC1 ഈസ് ബീറ്റ 1 ഇൻറ്റു IB1. കാരണം ബീറ്റ എന്നാൽ IC ബൈ IB ആണല്ലോ. അപ്പോൾ IC1 ഈസ് ബീറ്റ 1 IB1. IB1 ഈസ് V by R, ഓംസ് ലോ.
12 വോൾട്ട് ബൈ 0.6 മെഗോമാണ്. മെഗോമിനെ കിലോ ആക്കാനായിട്ട് 0.6 × 10⁻³ 12 by 0.6 10⁻³ that is 0.02 milliampere. Volt by kilo ohm is milliampere. Therefore IC1 is beta 1, IB1 100 into 0.02 that is 2 mA, which is equal to IE1 2 mA. Therefore R equal to 25 by 2 I1, that is 12.5 ohm, 0.0125 K. Therefore beta 1 RE1 100 into 0.0125 1.25 K. RI is equal to RI1, that is R1 parallel beta RE1, that is RI is equal to 0.6 into 10⁻³ into 1.25, which is 1.25. കാരണം രണ്ട് വാല്യൂ പാരലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ, അതിനടുത്തേ വരുള്ളൂ. കുറഞ്ഞ വാല്യൂ താഴെ ആയിരിക്കും, പക്ഷേ ഇത് ഒരു വാല്യൂ വളരെ വലുതായതുകൊണ്ട് കുറഞ്ഞ വാല്യൂ തന്നെ കിട്ടും. 1.25 K തന്നെ കിട്ടും. RI1 which is RI. AV1 is R01 by RI1. R01 is R2 parallel RI2. RI2 is R3 parallel beta 2 RI2. 0.6 into 10⁻³ parallel 1.25, which is also 1.25. കാരണം ഇവിടെ R3 വലുതായതുകൊണ്ടാണ്. R01 is R2 parallel RI2, 5 parallel 1.5. ഈ 5 അത്ര വലുതല്ലാത്തതുകൊണ്ടൊന്ന് കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 1K എന്ന് കിട്ടും. 1K. Therefore AV1 is R01 by RE1. That is AV1 is 1 by 0.0125 80. AV2 is R02 by RE2. R02 is R4 parallel R5, 5 parallel 20, 4K. ഇവിടെ 20 വലുതാണെങ്കിലും 5 വളരെ വലുതല്ലാത്തതുകൊണ്ടാണ്, ഈ 20 വളരെ വലുതല്ലാത്തതുകൊണ്ടാണ് കണക്ക് കൂട്ടേണ്ടത്. നേരെ മറിച്ച് 20ക്ക് പകരം ഒരു 2000 ആണെങ്കിൽ നമുക്ക് ഈ 5K തന്നെ കിട്ടും. 5 parallel 20, 4K. E2 25 by IE2. IE2 is same as IE1. നമ്മൾ കണ്ടുപിടിച്ചത് 2 mA. That is IE2 is 25 by 2, 12.5 ohm, 0.0125 K. 25K. AV2 is R02 by RE2, 4 by 0.0125, 320. Overall gain, AV is AV1 into AV2, 80 into 320. That is 25600. That is overall gain. അപ്പോൾ നോക്കിയാൽ ഒന്നാമത്തിൽ 80 രണ്ടാമത്തിൽ 320. ഓവറോൾ ഗെയിൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 25600. ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ ഈസ് 20 log AV ആണ്. ഡെസിബൽ പവർ ഗെയിനാണ് 10 log AP എന്ന് പറയുന്നത്. ഇവിടെ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ GB is 20 log AV, 20 log 25600 to the base 10, 20 into 4.4, 88 dB. നേരെ മറിച്ച് ഡെസിബിളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ GB is 20 log AV എന്ന് പറയണം. ഡെസിബിളാണെങ്കിൽ. ഡെസിബിൾ പവർ ഗെയിനാണെങ്കിൽ 10 log ഡെസിബിൾ വോൾട്ടേജ് ഗെയിനാണ് 20 log. ഡെസിബിൾ പവർ ഗെയിനാണെങ്കിൽ നമ്മൾ 10 log AP എന്നാണ്. AP കണ്ടുപിടിക്കണം. AI into AV കാണണം. അവിടെ AV എന്നായിരിക്കുന്നത് 10 log AP എന്ന് വേണം. AP അല്ല AP. അപ്പോൾ ദിസ് ദ പ്രോബ്ലം. ഡെസിബിൾ വോൾട്ടേജ് ഗെയിനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡെസിബിൾ പവർ ഗെയിനാണെങ്കിൽ 10 log AP ആണ് കേട്ടോ. ഡെസിബിൾ വോൾട്ടേജ് ഗെയിനാണ് 20 log AV. ഇവിടെ ലാസ്റ്റ് ഈ എഴുതിയിരിക്കുന്നത് ഇവിടെ കാണുന്നത് ഇവിടെ AP എന്നായിക്കോട്ടെ. താഴെ ഇവിടെ AV അല്ല AP ആണ്. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 45th class. 45th class, we continue our topic. Thank you very much.